നമസ്കാരം സുഹൃത്തുക്കളെ, സുഖം എല്ലാവർക്കും. ഞാനിന്ന് ഇപ്പോൾ വന്നതേ നമ്മൾ ഒന്നുമില്ലാതിരിക്കുമ്പം പഴയ ഏതെങ്കിലും കാര്യത്ത് പറഞ്ഞെങ്ങാണ്ട് അത് ഇന്നലെ നടന്ന പോലെ ഇന്നലെ സംഭവിച്ചതുപോലെ പറഞ്ഞെങ്ങാണ്ട് ഭയങ്കര സംഭവിക്കിയിട്ട് വാദിയെ പ്രതിയാക്കുക, അല്ലെങ്കിൽ നമ്മളെ നേരെ അത് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞെങ്ങാണ്ട് കണ്ടൻറ്റാക്കി അങ്ങനത്തെ ആളെക്കുറിച്ച് പറയാനാട്ടോ. അത് റിപ്ലൈ ആണ് കേട്ടോ. എല്ലാം റിപ്ലൈ തന്നെയാണ്. നിങ്ങളൊന്ന് കേൾക്കട്ടോ. അത് കുറച്ച് തോനെ ഉണ്ടാകും, നിങ്ങളത് കേൾക്കണം. പറ്റുമെങ്കിൽ ഇത് പ്രോപ്പറായി വീഡിയോ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് എത്തുന്നത് വരെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്ന കണ്ടന്റ് രേണു സുധിയെ സംബന്ധിച്ചുള്ളതാണ് കേട്ടോ. കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, രേണു സുധിക്ക് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം കിച്ചു വിളിച്ചിരുന്നു. ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ഇത് ഇന്നിട്ട വീഡിയോ. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മണിക്കൂറായിരിക്കും. അതായത് ഇന്ന് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ആണ്. ഇന്നലെ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കറങ്ങുന്നില്ല. ഇത് ഒരു 1-2 ആഴ്ച മുന്നേ സായി ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സായി ഒന്ന് ക്ലാരിറ്റി വരാൻ വേണ്ടി സായി പറഞ്ഞതാണ്, എന്നെ വിളിച്ചിരുന്നു, അപ്പോൾ ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് പോയതാണ് എന്നും പറഞ്ഞെങ്ങാണ്ട് വെച്ചു എന്ന് പറഞ്ഞ് അവിടെ കഴിഞ്ഞതാണ്. വേറെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, അതായത് അവരാ പറയേണ്ടതെന്ന് പറഞ്ഞ് സായി പറഞ്ഞു വെച്ചതാണ്. ആ വിഷയം കേട്ടോ. രേണുവിന് ഫോൺ കൊടുത്തില്ല, ഈ വിവരം പറഞ്ഞില്ല, രേണുവിനെ കാണാൻ സമ്മതിച്ചില്ല എന്നുള്ള അലിഗേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ ഒരു കുടുംബത്തിൽ രേണുസുധി തന്നെ വേണമെന്നില്ല. ഇപ്പൊ ആൾക്കാർക്ക് രേണുസുധി ആയാലും കുഴപ്പമില്ല, രേണുവിന്റെ ചേച്ചി ആയാലും കുഴപ്പമില്ല, കിച്ചു ആൾക്കാർക്കല്ല. ഇതിപ്പോ ആര് സംസാരിക്കുന്നു രേണുവിനെ കുറിച്ച്? ഇപ്പൊ രേണുവിനെ കുറിച്ചും ആരും സംസാരിക്കുന്നില്ല, കിച്ചുവിനെ കുറിച്ചും ആരും സംസാരിക്കുന്നില്ല. ഇപ്പം ആരുമില്ല. ഇപ്പം കിച്ചുവിൻ്റെ ഒരു ടീഷർട്ട് ഇപ്പം ഹിറ്റായി, അതിനെക്കുറിച്ച് ഒരുവിധം എല്ലാവരും അത് നല്ലതാണെന്ന് പറഞ്ഞ് അത് ക്ലിക്കാകുന്നുണ്ട്. അതൊന്നും ഇതായപ്പോൾ 2 ദിവസം മുന്നേ രേണുവിൽ പോസ്റ്റ് ഇട്ടു. അതിൻ്റെ പിറകെയാണ് ഈ വരവ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എത്ര നേരം ഈ വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കുക. നേരത്തെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് വിടുക. നിങ്ങൾ ഈ മനസ്സിന് കുഷ്ഠം ബാധിച്ച പോലെ നീയാണെങ്കിലും നിന്നിപ്പോൾ ഇതിപ്പോൾ രേണു അറിഞ്ഞ് ചെയ്യുകയാണോ അല്ലെന്ന് പോലും അറിയില്ല. ഇതിപ്പോൾ അവരെ പറയാനും പോയി, അവരുടെ കോലം കണ്ടിട്ട് അവർ എന്താണെങ്കിലും അതൊരു രോഗിയാണ്, അവരെ പറയാനും പോയി പറ്റുന്നില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഒന്നുമല്ലാത്തൊരു ബോധമുള്ള സ്ത്രീയാണെങ്കിൽ അത് എടുക്കാതിരിക്കുക. ഇത് നല്ല നിങ്ങൾക്ക് തീട്ടൊന്ന് ജീവിക്കണം. ആർക്ക് കണ്ടന്റ്? ഇപ്പം ആരൊന്നും പറഞ്ഞൊരു കണ്ടന്റാക്കി എടുത്ത് വന്ന് ഇവള് സംസാരിക്കുകയാണ്. ഇവള് എടുത്ത് വന്ന് സംസാരിച്ചിട്ട് പറയാണ് ബാക്കിയുള്ളവർക്ക് കണ്ടന്റ് ആക്കാൻ അവരിൽ ആരെങ്കിലും ആളെ വേണമെന്ന്. ഇവിടെ അവരുടെ ചേച്ചി ആരും പറഞ്ഞിട്ടില്ല. സംശയം തോന്നിയ കാര്യം പോയി അത് മനു പോയി സംസാരിച്ച് ക്ലിയർ ചെയ്ത് അതിനുശേഷം ഒരാൾ അവരെന്തേലും ചെയ്തിട്ട് പറഞ്ഞ് നിൽക്കുകയാണ്. ആരും ഒന്നും പറയുന്നില്ല അവരെ കുറിച്ച്. ഇപ്പോൾ മിനിയാന്നായ പോസ്റ്റ് ഇട്ടപ്പോൾ എന്ത് സ്ത്രീയാണെന്ന് പറഞ്ഞു വന്നത്. അതിന് താഴെ വന്ന് ചത്തൂടെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരുന്ന അങ്ങനെ താഴെ. എന്നിട്ട് ഇവള് വന്ന് പറഞ്ഞു രേണുസുധി ഇപ്പൊ ഒരു വിധത്തിൽ പരുവാക്കി മൂല ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി അവളുടെ അധികം തൊട്ട് കളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചിയിലോട്ട് വന്നത്. അപ്പൊ കിച്ചു ആണ് ഇത് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഞാൻ വിളിച്ചിരുന്നു, കിച്ചു ആണ് പറഞ്ഞത്, ഞാൻ വിളിച്ചിരുന്നു, പിന്നെ അമ്മ ഫോൺ എടുത്തില്ല, രമ്യ അമ്മയാണ് ഫോൺ എടുത്തത്, രേണുവിനെ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു അലിഗേഷൻ വന്നു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? കൊടുത്തില്ല എന്നല്ലല്ലോ വന്നത്, ഹോസ്പിറ്റലിൽ പോയി എങ്ങാണ്ട് അങ്ങനെ എങ്ങാണ്ടല്ലേ പറഞ്ഞത്. അത് ക്ലിയർ അതൊന്ന് ഇതാണെങ്കിൽ പറഞ്ഞു തരണ്ട എനിക്ക്. ഒന്ന് അങ്ങനെയാ പറഞ്ഞത്, ഹോസ്പിറ്റലിൽ പോയത് എങ്ങാണ്ടാണെന്നൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞു. നിങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അതാണ്. അപ്പൊ ആദ്യമായിട്ട് രേണുസുധിക്ക് അസുഖമുണ്ട് എന്ന് അവൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ദിവസം എന്നാണ്? 13 ജൂൺ. അതാണ് ഇവർ പറയുന്നത് കേട്ടോ. ഈ അസുഖം ഉണ്ടെന്ന് അവള് മൈൻ സ്ട്രീം ചാനൽ, ആ ചാനലിലൂടെയാണ് രേണുസുധി വെളിപ്പെടുത്തുന്നത്. അതായത് അതിന്റെ ഡേറ്റ് 13-ാം തീയതി, ജൂൺ 13-ാം തീയതിയാണ് ഇത് രേണുസുധി പബ്ലിഷ് ചെയ്യുന്നത്. ഈ അസുഖം തനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം രേണുസുധി പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 13-ാം തീയതിയാണ്. അപ്പോൾ അന്നേ ദിവസം കിച്ചു ഫോൺ ചെയ്തു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ സമയത്ത് രേണുവിന് ഈ വായിലിട്ട് അരിയിച്ച് കഴിക്കുന്ന ഒരു ഗുളി ഉണ്ടല്ലോ, ആ ഗുളി അവള് വായിലിട്ട സമയത്താണ് ഈ കിച്ചുവിന്റെ ഫോൺ വരുന്നത്. ഈ ഫോൺ വന്ന സമയത്ത് രമ്യയാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് രമ്യ സ്പീക്കറിലിട്ടിട്ട് രേണുവിനെ കേൾപ്പിക്കുന്നുണ്ട്. പറഞ്ഞു കിച്ചു കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേൾപ്പിക്കുന്നു. അപ്പൊ കിച്ചു ചോദിക്കുന്ന, അമ്മ എന്താണ് അമ്മയ്ക്ക് അത് ചോദിച്ചു. ഇവരിപ്പോൾ ആ വോയിസ് ഇപ്പം കിച്ചു ഫോൺ വിളിച്ചു എന്ന വായില ഗുളിക കേട്ടിട്ട് നിൽക്കുക. ഇപ്പം അവരൊരു വോയിസ് അയക്കും. ഇപ്പം ആ വോയിസ് 30 സെക്കൻഡ് ആട്ടോ.
അതിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ചേർക്കാം കേട്ടോ, ഞാൻ ചേർത്ത് തരാം. അപ്പം രമ്യ പറയുന്നുണ്ട് ക്യാൻസർ ആണ്, അത് സ്ഥിരീകരിച്ചു എന്നാ പറയുന്നത്. അപ്പം അന്നേരം രേണുവിന് സംസാരിക്കാൻ നാക്കിനകത്ത് ആ ഗുളിയാണ് കിടക്കുന്നത്. അപ്പൊ ഈ കോള് കട്ട് ചെയ്ത ഉടനെ, അതായത് ഇതില് 30 സെക്കൻഡിന്റെ വീഡിയോ, ആ കോള് കട്ടായ ഉടനെ രേണുസുതി ഗുളിക കഴിച്ചതിന് ശേഷം അതൊന്ന് പറയട്ടെ കേട്ടോ. ഇത് മൊത്തം ഈ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഇത് എനിക്ക് കട്ട് ചെയ്ത് നേരം കിട്ടിയിട്ടില്ല, നേരമല്ല. ഇത് കുറേ ഇതിൻ്റെ പണി പറയാൻ വേണ്ടി അറിയുന്നവർക്ക് ഡിഫിക്കൽട്ടി, പറയാത്ത എനിക്ക് എന്തൊരു പണിയായിരിക്കും. അപ്പോൾ ഞാൻ അതിങ്ങനെ മുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടില്ല, അതിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അന്നേരം തന്നെ അവൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് മെസ്സേജ് നമുക്കൊന്ന് കേട്ടാലോ. എന്റെ വാ പൊട്ടിയിരിക്കുവാടാ, ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ചത്, ഇടയ്ക്ക് കുറെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ മെസ്സേജ് അയച്ചതാ. വോയിസ് വാ നല്ല പൊട്ടിയിരിക്കും. അപ്പം നീ വിളിച്ചോണ്ടിരുന്നപ്പം ഗുളിക വായിക്കാത്തിട്ട് അലിയിച്ചോണ്ടിരിക്കുന്ന സമയമാണ്, അതാ ഞാൻ വിളിക്കാതിരുന്നത്, സംസാരിക്കാതെ രമ്യ എടുത്തത്. ഗുളിക വായിക്കാത്തിട്ട് അലിയിച്ച് തിന്നണം, വാ പൊട്ടിയിരിക്കും. ഇന്നാണ് ഗുളിക കിട്ടിയത്, അതുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്. ഞാനിപ്പോ കിടക്കാൻ പോവാം, ഞാൻ തിങ്കളാഴ്ച നിന്നെ വിളിച്ചോളാം അങ്ങോട്ട്. ഡോക്ടർ അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത് പറഞ്ഞിട്ട് വിളിച്ചോളാം, എനിക്ക് സുഖമില്ല. കണ്ടല്ലോ, 30 സെക്കൻഡാണ് ഈ വീഡിയോ. 30 സെക്കൻഡ്. ഞാൻ ഇത് എനിക്ക് എന്താ പറയുക, ഇവർ ഇപ്പം ഇന്നലെ രേണു പോസ്റ്റ് ഇട്ടു, ഇന്നിപ്പോൾ ഇവരിങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെ സെക്കൻഡ് ഒന്നിങ്ങനെ 1, 2 അങ്ങനെ ഒന്ന് എണ്ണി നോക്കി. അപ്പോൾ 20 സെക്കൻഡ് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. എൻ്റെ ഏതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ കൊണ്ടുവന്ന് ക്ലാരിഫിക്കാൻ തരാം കേട്ടോ. അതിന് ഞായറാഴ്ച വരണമെന്ന് പറഞ്ഞപ്പം 13-ാം തീയതി അല്ലേ പറഞ്ഞത്, അത് ശനിയാണ്. ശനി അല്ല, വെള്ളി എങ്ങാണ്ടിട്ടാണ് അത്. ശനിയാഴ്ചയാണ്. ശനി കഴിഞ്ഞ് ഞായറാഴ്ചയും വിളിച്ചിട്ടില്ല, പിന്നെ തിങ്കളാഴ്ച വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഇത് ഇവരെന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പം തന്നെ തിരിച്ച് മെസ്സേജ് അയച്ചു എന്ന്. ഈ തിരിച്ച് മെസ്സേജ് അയക്കുന്ന ഇവർക്കൊന്ന് വിളിച്ചുകൂടായിരുന്നു. ഇവർക്ക് ഇതൊക്കെ ചെയ്യാം, സംസാരിക്കുന്നവർക്കൊന്ന് വിളിച്ച് സംസാരിച്ചാൽ എന്താ. ഇതിലിവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് എന്താ ഇപ്പം ഏട്ടൻ്റെ ഭാര്യ എങ്ങാണ്ട്, സുധിയുടെ ഏട്ടൻ്റെ ഭാര്യ എങ്ങാണ്ട് വിളിച്ചപ്പോഴാണ് ഇവർ കിച്ചു ഇത് അറിയുന്നത്. അത് സുധിയുടെ ഏട്ടൻ്റെ ഭാര്യ വിളിച്ചപ്പോഴും ഫോൺ എടുത്തിട്ടില്ല, തിരിച്ച് മെസ്സേജ് അയക്കുമായിരുന്നു. അവരവിടുന്ന് അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഫോൺ എടുത്തിട്ട്. എന്നിട്ട് കട്ടതിന് ശേഷം വോയിസ് വിടുക, അതൊന്നും ഇവർക്ക് വിഷയമുള്ള കാര്യമില്ല. അത് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം നമ്മൾ അങ്ങനെ വിശ്വസിക്കുക, കിച്ചു വിളിച്ചപ്പം വായിൽ ഗുളിക വെച്ചേക്കുകയാണോ, പഴം വെച്ചേക്കണം, നമുക്കിങ്ങനെ അറിയാം. ഇവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുക. ഇവരിങ്ങനെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം 15 ദിവസം മുന്നത്തെ വീഡിയോ ഇട്ടുകൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്രയും വലിയ കള്ളങ്ങളെ വിളിച്ച് ഒരു വിഷയം ഉണ്ടാക്കി വരിക. ഒരുത്തം നന്നായി വരുമ്പം ഒരുതരം വെറുപ്പ്, ഒരു കുഷ്ടം വെച്ചിട്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക. 13-ാം തീയതി തന്നെ അന്നേരം തന്നെ ഫോൺ കട്ടായി. രേണുസുതി ഗുളിക കഴിച്ച ഉടനെ അന്നേരം തന്നെ അവനിട്ട വോയിസ് മെസ്സേജ് ആണത്, കേട്ടല്ലോ. അപ്പോൾ ആ ഒരു വോയിസ് മെസ്സേജ് ചെയ്തതിന് ശേഷം യാതൊരുവിധ റെസ്പോൺസും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഓക്കെ അമ്മ അല്ലെങ്കിൽ അത് കണ്ടെന്നുള്ള ഒരു റിപ്ലൈ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് സത്യസന്ധമായിട്ട്. തിങ്കളാഴ്ച വിളിക്കാന്ന് പറഞ്ഞ ആളാണ് വിളിച്ചിട്ടുമില്ല. പറഞ്ഞ പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാണെന്നുണ്ടെങ്കിൽ ആകെ അങ്ങ് എത്തിക്കിടക്കുന്ന പോലെ ഇപ്പോൾ കിടക്കുന്നത്. എങ്ങനെ അഭിനയിക്കുകയാണോ ഒന്നും അറിയില്ല കാര്യം മനസ്സിലായ. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് രേണുവിന്റെ ചേട്ടത്തി, അതായത് ചേട്ടന്റെ ഭാര്യ 3-4 പ്രാവശ്യം രേണുവിനെ വിളിച്ചിരുന്നു. അന്നേരം രേണു ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാതെ പകരം അവർക്കൊരു വോയിസ് മെസ്സേജാണ് ഇട്ടത്. പിന്നാണ് കാര്യം എന്ന് പറഞ്ഞു. എടുത്താൽ എന്താ കുഴപ്പം, എടുത്താലെന്താ, എടുത്തില്ല, ഓക്കെ, എടുക്കാൻ പറ്റിയില്ല, തിരിച്ചു വിളിച്ചുകൂടെ പിന്നെ കാണുമ്പോൾ. സുധിയേട്ടൻ്റെ ഭാര്യയല്ലേ, തൻ്റെ ജീവനായ ഏട്ടൻ്റെ ഭാര്യയല്ലേ, ഏട്ടനും കൂടെ അല്ലേ, ഭാര്യയല്ലേ, പെണ്ണും അല്ലേ, അതൊന്നും കുഴപ്പമൊന്നും. വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തെന്നാണ് പറയുന്നത്. അത് കണ്ടിട്ടാണ് കിച്ചു വിളിക്കുന്നത്. കിച്ചു വിളിക്കുമ്പോൾ ഇതാണ് സംഭവം. അല്ലാതെ കിച്ചു വരണ്ട, കാണണ്ട, കിച്ചുവിനെ അവോയ്ഡ് ചെയ്ത്, കിച്ചുവിനെ മറ്റേത് ചെയ്ത്, കിച്ചുവിനെ തറ പറ്റിച്ച് വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത്, പിച്ച് ചിന്താൻ ഇട്ടുകൊടുത്തെന്ന് പറയുന്നത്. കിച്ചു വരണ്ടെന്നോ അങ്ങനെയൊന്നും കിച്ചുകൊണ്ട് വരണ്ട പറഞ്ഞു എന്നോ ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതൊന്നും നിങ്ങൾ എന്ത് വർത്താനായി പറയണത്? ഉളുപ്പിനൊക്കെ പോയി വേറെ വല്ലതും വാരിത് കഴിച്ചൂടെ? അതല്ലേ നല്ലത്? അതല്ലേ ബാക്കിയുള്ളവരെ കഥ കഴിക്കുന്നു വിചാരിച്ച് നിൽക്കുക? കീറി വലിച്ചിട്ട് കൊടുക്കാൻ. അന്ന് ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടോ,
ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കിച്ചു ഒന്നും പില്ല വിളിക്കണം, പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് വരുമായിരിക്കും എന്നൊരു വാക്കായിരുന്നെങ്കിൽ രേണു എവിടെയോ എത്തിന് മേലെ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇല്ല ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ പറയുകയാണെങ്കിൽ അതിനൊരു വില ഉണ്ടായിരുന്നു. കാരണം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടില്ല, ഇത്രയും ദിവസം വന്നില്ലേ, എന്നിട്ട് ഇത്രയും ദിവസം വന്നിട്ടില്ല പറഞ്ഞതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് വില ഉണ്ടായിരുന്നു. അന്നും അങ്ങനെ ഇതിട്ടില്ല. അന്നൊരു ഒരു സൂപ്പർ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ ഇതിലല്ലേ ചില ആളുകൾ അങ്ങനെയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഇതൊന്നും ആലോചിക്കാതെ ഇതാകും. അത് കഴിഞ്ഞിട്ട് അത് വിഷയം കഴിഞ്ഞു, എല്ലാവരും കിച്ചനോട് പോന്ന് പറയുന്നു, മോനെ അമ്മയാണെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു, എല്ലാം പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇത് വിവാദമാകുന്ന അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ആരാ പറഞ്ഞത്? നിങ്ങളുടെ താഴെ വന്ന കമൻറ്റിന് വന്നൊരു സ്ത്രീ എന്നടുത്ത് ചോദിക്കുകയാണ്, വെറുതെ വന്നെങ്ങാണ്ട് കിച്ചു അല്ലേ അപമാനിച്ചത്, അവർക്ക് അറിയൂരില്ല ആദ്യം ആരാ പറഞ്ഞതെന്നൊന്നും. ഇങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെയാണ് കൈ അടയുന്നത്. അതൊന്നും ഒരർത്ഥവുമില്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയ നിലനിന്ന് പോകണമെങ്കിൽ രേണു സുധിയുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ സോഷ്യൽ മീഡിയ പോകണമെങ്കിലോ, സോഷ്യൽ മീഡിയയിൽ ഇവർക്കാരെങ്കിലും നിലനിന്ന് പോകണമെങ്കിൽ രേണു സുധിയെ ഇവരാരാണ്? ഇവരിങ്ങനെ നിങ്ങൾക്ക് ബോധമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര പേര് വന്നു, ഐബ്സ്റ്റീൻ ഫയൽസിന് വന്നു, അതിനുശേഷം അത് കത്തി നിൽക്കുന്ന സമയത്ത് സജിന ഫയൽ, പൂക്കുട്ടി ഫയൽ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു, തൊപ്പി ഫയൽ വന്നു, എന്തോരോ ഫയൽസോടെ വന്നു അതിനൊക്കെ അമ്മ ഫയൽ വന്നു, അച്ഛൻ ഫയൽ വരാണ്ടോ തമ്പുരാനറിയാം. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഇവളെങ്ങനെ ലൈമേറ്റ് നിർത്തണം, ഇവർ വഴി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം, നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇതൊന്നെങ്കിൽ രേണു അറിഞ്ഞ് ചെയ്യുക, അറിഞ്ഞിട്ടായിരിക്കാനാണ് ഏറ്റവും സാധ്യത കൂടുതൽ. കാരണം ആ പോസ്റ്റ് ഇട്ടത് കൊണ്ട് തികയും ഉണ്ടെങ്കിൽ പറഞ്ഞ് പൊട്ടിച്ച് നിങ്ങളെ പണിക്ക് പോയി ഇത് ചെയ്യാം. ഈ കിച്ചു എന്ന വ്യക്തിയെ ഇപ്പൊ എല്ലാരും താരാട്ട് പാടി കെട്ടിപ്പിടിച്ച് കൂടെ കൊണ്ട് നടക്കുന്നല്ലോ. നടക്കും. അവന് അച്ഛനില്ല, അമ്മയും ഇല്ല, നടക്കും. അവനെന്നോ ചെയ്ത തെറ്റിന്റെ പേരിൽ ഇന്നും പിന്നെ അവനെ പിടിച്ച് അങ്ങനെ ക്രൂശിക്കേ. അവന് മുന്നോട്ട് പോകണ്ടേ അവന് മുന്നോട്ട്. അവൻ മുന്നോട്ട് പോകുമ്പോൾ നീ അവനല്ലടാന്ന് പറഞ്ഞ് നിൽക്കേ. നിങ്ങളെ പോലെ നീ അന്ന് പണ്ട് നീക്കും എനിക്കും മാത്രം അറിയാവുന്ന രഹസ്യമില്ലേടാ എന്നും പറഞ്ഞ് നിർത്തേ. അല്ലെങ്കിൽ അവനൊരു ഡ്രസ്സ് കൊണ്ട് എൻ്റെ ഡ്രസ്സാണിത്, ഞാൻ വിൽക്കുന്നതാണ്, നിങ്ങൾക്ക് നീ പണ്ട് നീയും നിനക്കും അമ്മക്കും മാത്രം അറിയുന്ന രഹസ്യമില്ലേ, ഞങ്ങൾ പറഞ്ഞിരിക്കേ. നിങ്ങൾക്ക് എന്താ അറിയോ, നിങ്ങൾക്ക് അവനിപ്പം മുന്നോട്ട് വരുന്ന കണ്ട് സഹിക്കണില്ല. കണ്ണുകടി, അസല് കണ്ണുകടി, ഉളുപ്പുണ്ട് നിങ്ങൾക്ക്. ഈ പറഞ്ഞ എല്ലാ പെണ്ണുങ്ങളല്ല കേട്ടോ, എല്ലാ അവനെ സപ്പോർട്ടുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഇജാതി പെണ്ണുങ്ങളുടെ കേട്ടോ ആള്. ഈ പറയുന്ന വ്യക്തികൾ ഇത്രയും പേര് തന്നെയാണ് ഈ കൊച്ചിന് വളരെ മോശമായ രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുള്ളവന്മാരും. ഓക്കെ, അതേ കണക്ക് എപ്പോ ഇട്ടു നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടു നിന്റെ കൂട്ടുകാരിയായിട്ടുള്ള നിന്റെ എർത്തായിട്ടുള്ള രേഷ്മ സുധി പറഞ്ഞു കൊടുത്തിട്ട് അതുകൊണ്ടിട്ടു അല്ലേ? അതുവഴിയാണ് അവരെല്ലാവരും അറിഞ്ഞത്. അങ്ങനെ അവർ അന്വേഷിച്ചു പോയത്. അവൻ അതിന് പകരം അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു, മനസ്സിലായില്ലേ? അതോടുകൂടി ഞാൻ നിന്നില്ലേ? പിന്നെന്താ എന്താ ഈ ബിഷപ്പ് എന്ന് പറയുന്ന നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹത്തിനെയും ഭയങ്കരമായിട്ട് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് കൊണ്ടുനടന്ന ബ്ലോഗർമാരാണ് ഇന്ന് അദ്ദേഹത്തിന് പൊതിഞ്ഞു കൊണ്ടുപോയി. അയാളുടെ റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് പിന്നെ നടക്കുക. എത്ര പറയുന്നത്? നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. നിങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ അവർ. നിങ്ങളുടെ ടൈപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ സെറ്റാണ്. ഈ നാമ്പേച്ചിക്ക് മരപ്പട്ടിക്കൂട്ട് മനുഷ്യരും പറയാൻ അറയ്ക്കുന്ന തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വീഡിയോ കണ്ട് അത് റിയാക്ട് ചെയ്തപ്പോൾ രേണുസുധി ലൈവിൽ വന്ന് ബിഷപ്പ് പാമ്പ് എന്നൊരു വാക്ക് വിളിച്ചിരുന്നു. ഓക്കെ, ആ ഒരു സംഭവം ഇത്രമാത്രം മലിനമാണ്, ഇത്ര വലിയൊരു പുരോഹിതനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഘോരം പ്രസംഗിച്ച ആൾക്കാരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ആ അല്ലെങ്കിൽ അങ്ങനെയാണ് ചില ബിംബങ്ങളൊക്കെ പൊട്ടാൻ ഭയങ്കര പാടാണ്.
പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നമ്മൾ തടിച്ച് തകർക്കും. അങ്ങനെയാണ് അതൊക്കെ മറ്റൊരു കയ്യിലേക്ക്. സന്ദീപൊക്കെ കഥ പറഞ്ഞ് 12ാമത്തെയോ എത്രയോ അധ്യായം കിട്ടണ എന്തോ പാമ്പൊക്കെ പറിച്ചിറങ്ങി. ഞാൻ കണ്ടിട്ടില്ല. വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായ. അപ്പൊ നിനക്കൊക്കെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വാക്കുകൾ മാറ്റാം. വാക്കുകൾ മാറ്റമല്ല, ഒരാളുടെ സ്വഭാവമാണ് എടുത്ത് കാണിക്കണത്. അതായത് മര്യാദയ്ക്ക് പോകുന്ന ഒരാളുടെ, എന്നിട്ട് നിങ്ങളെ ഈ കടപ്പുറത്തൊരു പെണ്ണൊക്കെ വന്നിങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ രേണുവിനൊക്കെ. ഇത് ഭയങ്കര രസവരെ കാര്യം കേട്ടോ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നോക്കിയാൽ ഇവരുടെ കഥ പടച്ചത പുരാനെ എല്ലാം എന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ അറിയാൻ ചോദിക്കാട്ടോ. പ്രവർത്തിക്കാം, ഒക്കെ ചെയ്യാം. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റാണ് എന്ന് ബോധ്യമായപ്പോൾ മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ നല്ലതാണല്ലോ. ഐ അപ്രിഷ്യേറ്റ് ദാറ്റ്. തെറ്റാണെന്ന് പറഞ്ഞാൽ തിരുത്താനുള്ള മനസ്സ് കാണിച്ച ആ മനസ്സിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നല്ലതാണ്, ഒക്കെ അങ്ങനെ ചെയ്യും, എല്ലാം ചെയ്യാം അങ്ങനെ എന്ന് സോറി പറയുകയും ആ തെറ്റ് അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രശ്നം അവിടെ ഞങ്ങൾ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ. ഇത് ഉൾട്ടയാണ്, നീ തിരിഞ്ഞു കാണിക്കുന്നല്ലോ എന്ന് പറഞ്ഞ തെറ്റ് അദ്ദേഹത്തിന്റെ തിരിഞ്ഞു ആരും പാടില്ല. അതൊക്കെ നല്ല കാര്യമാണ്. തെറ്റെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുത്തണം. മാപ്പ് അതൊന്നും വലിയ ഈ മാപ്പ് പറഞ്ഞു വെച്ചാൽ മാപ്പ് എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഒന്നും പറയാൻ വയ്ക്കില്ല. അതിന് കുറച്ച് ഇതൊക്കെ വേണം. മറ്റോൾ പറഞ്ഞ പോലെ ഷിംജിത് പറഞ്ഞ പോലെ അതല്ല, മാപ്പൊക്കെ പറയാൻ അതൊക്കെ ഗഡ്സ് വേണം. മറ്റോൾ പറഞ്ഞു അതിന് ഉടുപ്പും ഉസുറും പുളി ഇല്ലാതെ മതി. തെറ്റുണ്ടായിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന ഈ വ്ളോഗർമാരായാലും മീഡിയക്കാരായാലും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണ് അദ്ദേഹം കൊടുത്തത്. അത് കറക്റ്റാണല്ലോ. അത് കറക്റ്റ് വിശപ്പ് പറഞ്ഞ് അതേമാതിരി കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കണല്ലോ. എന്നോട് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത് എന്നും പറഞ്ഞങ്ങാണ്ട്. ആരാണ്? അനീഷ് വ്ളോഗറാണോ തിരക്കഥിക്കുന്നത്? അത് മൂപ്പരാണോ വിശപ്പ്? അത് കുറച്ച് സ്പീഡും കയറ്റി അതിന് കുറച്ച് ബീജം ഒക്കെ കൊടുത്ത് അതിനെ വേറൊരു രീതിയിലോട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് കണ്ട് നമുക്ക് കുരുമുട്ടി നമ്മൾ അതിനടുത്ത് റിയാക്ട് ചെയ്തു. അത് മാത്രമേ ചെയ്തുള്ളൂ. അല്ല അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുകയോ പേഴ്സണൽ മെസ്സേജുകൾ എടുത്തിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അദ്ദേഹത്തെ വലിച്ചേറാൻ ശ്രമിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. രേണു സുധിയുടെ ചേച്ചി കിച്ചു വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞതിന്റെ ദൃശ്യം നിങ്ങൾ അവർ വീണ്ടും വരും. നമ്മൾ എന്താണ്, ഏത് ദിവസമാണ് നമ്മൾ പാറശ്ശിനിക്കടവോ ഏതോ സ്ഥലത്ത് നമ്മൾ ധ്യാനത്തിന് പോയതായിരുന്നു. ആരും ഒന്ന് ചോദിച്ചാലും അങ്ങനെ പറയാൻ പാടുള്ളൂ, മാറ്റിയും മറിച്ചും ചോദിക്കും. അതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. വ്യക്തമായ തെളിവാണ് ഞാൻ ഇവിടെ കാണിച്ചതും പറഞ്ഞതും. ഒന്നും കൂടി ഞാൻ പറയാം. രേണുസുധിയെ പിടിക്കുന്ന സമയത്ത് അവൾ വായിൽ തലിയിക്കുന്ന ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ രേണുവിന്റെ ചേച്ചി ഫോൺ എടുക്കുകയും സ്പീക്കറിലിട്ട് രേണുസുധി കേൾക്കുകയും ചെയ്തു. ആ ഫോൺ കട്ടായി. ഗുളിക കഴിച്ച് തീർന്നതിന് ശേഷം ആ സമയത്ത് തന്നെ ജൂൺ 13 തന്നെ രേണുസുധി കിച്ചുവിനിട്ട വോയിസ് മെസ്സേജ് ആണ് നിങ്ങൾ കേട്ടത്. ആ മെസ്സേജ് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തോരം നാള് കഴിഞ്ഞിട്ട് അവൻ അതിന് റിപ്ലൈ കൊടുക്കുകയോ വിളിക്കുകയോ പോവുകയോ കാണുകയോ ചെയ്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ രേണുവിനെ കീറി ഇടാൻ കൊടുത്ത് ഉണക്കാനിട്ട് കൊടുത്തെന്നൊന്നും ആരും പറയണ്ട. സത്യമായിട്ട് തന്നെ പറയും. ഓക്കെ, അപ്പൊ കുറച്ചു പേരെങ്കിലും സംശയിച്ചിട്ടുണ്ടായിരിക്കില്ല രേണുസുധിയുടെ ചേച്ചിയുടെ പേര്. അവൾ ഇങ്ങനെ കാണിച്ചോ. ഇതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ കൂടെ ദൈവമുണ്ട്, അവരുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ കിടക്കുന്ന തെളിവുകൾ. കഴിഞ്ഞു പോയത് കേട്ടോ. ഇന്നലെയും മിഞ്ഞാന്നും കഴിഞ്ഞല്ല, 10-15 ദിവസം മുമ്പ് നമ്മുടെ സായണ്ണൻ പറഞ്ഞത് ഇപ്പൊ കിട്ടിയാട്ടോ തെളിവ്. ഇത് ദൈവം ഉണ്ടായതുകൊണ്ടാണ് പൊന്തി വന്നിട്ടോ. ഇതുവരെ അത് സായണ്ണ പറഞ്ഞപ്പോഴൊന്നും ആർക്കും അറിയില്ലായിരുന്നു. നിങ്ങൾ ഓർക്കണം. ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ശരി. അപ്പൊ കേട്ടില്ലേ, അതായത് ആ കോള് കട്ടായ ഉടനെ രേണുസുധി ഗുളിക കഴിച്ചതിന് ശേഷം. അപ്പൊ ഇതാണ് ഇവരുടെ ഇത്. കുറേ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് സീരിയാവില്ല ചെറുത്. അപ്പോൾ കുറേ ചെയ്യുന്നതാണ് അടിയിൽ കയറിയിട്ട് സൗണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. എന്താ ഇവർ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് മനുഷ്യരാണ് ഇവർ. കഷ്ടം തോന്നുന്നു. വല്ല കോഴിപ്പേനോ വല്ല എറുമ്പൊക്കെ ആണെങ്കിൽ ഞെരടി കുരഞ്ഞ് മറ്റേ
കുഴിയാനോ കോഴിപ്പേനോ അല്ലെങ്കിൽ ഈ ഏപ്പൻ പുല്ല് പോലെ ചില സംഭവം ചില ആൾക്കാർ തുണിയിൽ കുടുങ്ങി കഴിഞ്ഞാൽ വലിച്ചെറിയാനും കയ്യിലോ ഒന്ന് തിരുമ്പിയാലും പോകില്ല അങ്ങനെ ഇരുന്ന് ഇങ്ങനെ നുള്ളണം. ആ ടൈപ്പ് സാധനങ്ങളാണ് മറ്റേ പണ്ട് ആൾക്കാർ പറയും അല്ല കോഴിപ്പേനാണെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കളയുന്നത് സാധനങ്ങൾ. ഓക്കെ ശരി എന്നാൽ.